ഇതുപോലെ വെറുപ്പിച്ചൊരു സിനിമ ഞാൻ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാംചരന്റെ പെഡ്ഡിയെ പറ്റിയാണ്. ഏറെക്കുറെ 3.25 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് തന്നെ പറയുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. പിന്നെ വന്ന് രാംചരന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ നമുക്ക് നല്ല രീതിക്ക് അറിയാവുന്നതാണ്. RRRന് ശേഷം പുള്ളിക്കാരൻ തലവെച്ച 2 സിനിമയും വൻ ഫ്ലോപ്പ് ആയിരുന്നു. ഗെയിം ചേഞ്ചറിന്റെ കാര്യം പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ആക്ട്രസിനെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്ത് സിനിമയിൽ പ്രസന്റ് ചെയ്യുക, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ജാൻവി കപൂർ. ജാൻവി കപൂർ ഉള്ള ഏതൊരു സീൻ എടുത്ത് നോക്കിയാലും പുള്ളിക്കാരി അങ്ങേയറ്റം ഡീറ്റെയിലിംഗ് ആയിട്ട് സെക്ഷലൈസ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ ആവശ്യം എന്തിനാണെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. ഒരു കാലത്ത് മഗധീര പോലത്തെ സിനിമയിൽ അഭിനയിച്ച രാംചരനാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതെന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം താഴ്ന്നിട്ടുണ്ടെന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. സിനിമയിൽ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു വെച്ചിരിക്കുന്നത് വൻ കോപ്രായമാണ്. സത്യം പറഞ്ഞാൽ ഗ്ലെൻ മാക്സ്വെല് പോലും രാംചരന്റെ ബാറ്റിങ്ങിന് മുന്നിൽ തോറ്റോ. അമ്മാതിരി സ്കില്ലാണ് അദ്ദേഹത്തിനുള്ളത്. കിടന്നടിക്കുന്നു, പറന്നടിക്കുന്നു, എഴഞ്ഞടിക്കുന്നു എന്ന് വേണ്ട പല തരത്തിലുള്ള ഷോട്ടുകൾ. സിനിമ കാണണമെന്നുള്ളവർക്ക് സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.